ഹായ് എവ്രി വൺ, ഹാപ്പി ഗുഡ് മോർണിംഗ്. ദീപയാണ് കേട്ടോ. ഞാൻ എണീറ്റത് 5:30 മണിക്കാണെങ്കിലും കിച്ചണിലേക്ക് വന്നപ്പോൾ 7 മണി കഴിഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് എക്സാം അല്ലേ, ഞാൻ കിച്ചുമൂന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പം ഞാൻ വേഗം വന്ന് ഇഡ്ഡലിയുടെ മാവ് കലക്കി അടുപ്പത്ത് വെക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിക്കുന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഞാൻ മാറ്റി വെച്ചു. പിന്നെ വേഗം ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്ത് അരിഞ്ഞു കിഴങ്ങ് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് 2 ആഴ്ചയായിട്ട് ഇരിക്കുവാണെങ്കിൽ മണ്ടക്കാട് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന കപ്പയ്ക്കാണ് കേട്ടോ. ഇത് വിളഞ്ഞിട്ട് പറിച്ചതല്ല, അതുകൊണ്ട് അത് പഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തല്ലി പഴിപ്പിക്കുന്നത് പോലെ എങ്ങനെയോ അത് ഇത്രയും പഴുത്ത് കിട്ടി. വലിയ മധുരം ഉണ്ടായിരുന്നില്ല, എങ്കിലും ഇതൊക്കെ സിറ്റിയിൽ കിട്ടാത്ത സാധനമല്ലേ, വളരെ പ്രഷ്യസ് ആണ്. നാട്ടിൻപുറത്ത് ഇതൊക്കെ ചുമ്മാ കിട്ടിക്കൊണ്ടിരുന്നപ്പോഴേ ഇതിനൊന്നും വലിയ വില ഉണ്ടായിരുന്നില്ല. പിന്നെ കട്ട് ചെയ്ത് വെക്കേണ്ട താമസമേ ഉള്ളൂ, 5 മിനിറ്റ് കൊണ്ട് അതൊക്കെ തീർന്നു. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് വന്ന് ഞാൻ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ എടുത്തു. ഇത് 2 പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കി ചിക്കൻ ഫ്രൈ ചെയ്തു. അപ്പോൾ ഏട്ടൻ ഇത് മാത്രം മതി എന്ന് പറഞ്ഞു, പക്ഷെ ചപ്പാത്തിക്ക് ചിക്കൻ ഫ്രൈ മാത്രമായ കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കിഴങ്ങ് കറി വേഗം വെച്ചത് കേട്ടോ. ഞാൻ കിച്ചണിൽ ഈ പണികളൊക്കെ ചെയ്തുകൊണ്ട് നിന്നെങ്കിലും എൻ്റെ മനസ്സിൽ അവൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവോ, കളിക്കുമായിരിക്കുമോ, അതോ വായി നോക്കി വെറുതെ ഇരിക്കുമായിരിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് കേട്ടോ. പക്ഷെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതിരിക്കാനും പറ്റില്ലല്ലോ, അതുകൊണ്ട് അവനെ ഹാളിൽ ഇരുത്തിയിട്ടായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ട് നിന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പോയി എത്തി നോക്കുന്നുണ്ടായിരുന്നു, ഇവൻ പഠിക്കുവാണോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വീട്ടമ്മമാർക്ക് എപ്പോഴും എല്ലാ കാര്യത്തിനും ടെൻഷനാണ്. കിടന്നുറങ്ങുമ്പോൾ രാവിലെ എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്നുള്ള ടെൻഷനായിരിക്കും. അത് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് എന്തൊക്കെ കറികൾ വേണമെന്നുള്ള ടെൻഷനായിരിക്കും. കുഞ്ഞുങ്ങളെ എക്സാമിന് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുമോ, അവർ ടെക്സ്റ്റൽ എക്സസൈസ് ഒക്കെ കറക്റ്റായിട്ട് പഠിച്ചോ, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ എത്ര ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെന്ന് തന്നെ എല്ലാ അമ്മമാർക്കും കറക്റ്റായിട്ട് അറിയാമായിരിക്കും. ഞാൻ പറയുന്നത് സത്യമല്ലേ. എക്സാം എഴുതുന്നത് അവരാണെങ്കിലും ടെൻഷൻ എടുക്കുന്നത് ഫുള്ള് നമ്മളാണ്. അതൊക്കെ പോയിട്ടേ അവർ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എത്തിക്കാണോ ഇപ്പോൾ വീട്ടിൽ ഇന്ന് എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്തോ അതറിയുന്നത് വരെ അയ്യോ എന്നാ. അപ്പോൾ ഇന്ന് ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും കിഴങ്ങ് കറിയും പിന്നെ ഞാൻ വേഗം ഒരു സാലഡും കൂടെ ഉണ്ടാക്കി കേട്ടോ, കട്ടനും കൂടെ ഉണ്ടാക്കി. എന്നിട്ട് വേണം ഇനി ഇരുത്തി കിച്ചുമോനെ കുറച്ചും കൂടെ പഠിപ്പിക്കാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി, നമുക്ക് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സ്മൈലിംഗ്.